കമ്മ്യൂണിസ്റ്റിൻ തറവാട്ട് എവനാവൊന്ന് പിഴച്ചുവെക്കാൻ അവന്റെ പേരോ ഡിവൈഎഫ്ഐ ആരാണ്ട ഏതവനാണ്ട ഏതവനാണ് ഡിവൈഎഫ്ഐ ഓട്ട വീണൊരു കപ്പലിലെ പിണറായി ഓട്ടച്ചങ്ക പിണറായി ആണമില്ലേ നിങ്ങൾക്ക് രാജിവെക്കൂ പോ പുറത്ത് ശംസുദ്ദീനെ നേതാവേ ധീരതയോടെ നയിച്ചോളൂ മണ്ണാർക്കാടിൻ എംഎൽഎ ഞങ്ങളെ പ്രിയനാം എംഎൽഎ ധീരതയോടെ നയിച്ചോളൂ മണ്ണാർക്കാട് പിന്നാലെ മണ്ണാർക്കാടിൻ പ്രതിഷേധം ആരാണ്ട കൊള്ളക്കാരും ഒരു പ്രശ്നമുണ്ട് അതിൽ വ്യൂസ് കയറുന്നതാണ് ഒരു റൈസ് എന്തിനു കാണിക്കുന്നു മണ്ണാർക്കാടിൻ എംഎൽഎ തൂക്കിലേറ്റുമോ പിണറായി
പിണറായിയുടെ മുഖത്ത് നോക്കി, പിണറായിയുടെ മുഖത്ത് നോക്കി കേരളത്തിൽ നിയമസഭയിൽ 1000 വട്ടം ഇനിയും പറയും, 1000 വട്ടം ഇനിയും പറയും. തോന്നിവാസം 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 ഈ ഭരണം തോന്നിവാസം, ഈ ഭരണം തോന്നിവാസം. മര്യാദക്കേട് 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 വീണാ മന്ത്രി മര്യാദക്കേട്, വീണാ മന്ത്രി മര്യാദക്കേട്. ഞങ്ങൾക്കറിയാം, നന്നായി അറിയാം. തുണിയെ ശരിയാക്കട്ടോ, അല്ലെങ്കിൽ തുണി മെക്കാനിക്ക് കേൾക്കുന്നുണ്ടാവില്ല, മെക്കാനിക്ക് കേൾക്കുന്നുണ്ടാവില്ല. എനിക്ക് മനസ്സിലായിട്ടില്ല എന്താ നോടെ. നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞു, ആരോഗ്യ മേഖലയെ തകർത്തെറിഞ്ഞ് കുളിച്ചുമൂടിയ വീണാ ജോർജ്, സർക്കാരിന്റെ നെറുകേടുകൾ വിവാദ്യങ്ങൾ
വീണൊരു കപ്പലിലെ പിണറായി കാണവില്ലേ നിങ്ങൾക്ക് രാജിവെക്കൂ പോ പുറത്ത് പ്രതിഷേധം മണ്ണാർക്കാടിൻ പ്രതിഷേധം മണ്ണാർക്കാടിൻ പ്രതിഷേധം പിണറായി രാജിവെക്കൂ പോ പുറത്ത് ബസ് സ്റ്റാൻഡോടെ ഉള്ളൂ എവിടെയാണ് രൂപ വെളിച്ചെല്ലോടത്തേക്ക് നാളെ കാണും വെളിച്ചത്തിന്റെ അടിയിലല്ല അതിന് അഭിമുഖമായിട്ട് നോക്കി നിൽക്കാനാവില്ല തിരിച്ചടിക്കും കണ്ടായോ തകരാറാണ് ആരോഗ്യമേഖല തകരാറാണ് ആഭ്യന്തരവും തകരാറാണ് ക്യാപ്സ്യൂളത്രയിറക്കിയാലും ഇനിയുമുറക്കെ വിളിച്ചു പറയൂ തകരാറാണ് ആരോഗ്യമേഖല തകരാറാണ് തകർച്ചയാണ് ആഭ്യന്തരവും തകർച്ചയാണ് UDYF സിന്ദാബാദ് UDYF സിന്ദാബാദ് എല്ലാരും നിൽക്കും ഒരു 5 മിനിറ്റ് വേണം കുറച്ചാൾക്കാർ പ്രതിജ്ഞ രണ്ട് സൈഡിക്ക് ഒന്ന് പരത്തി ഒന്ന് ഫ്രണ്ടിൽ പ്രിയങ്കരനായ UDFന്റെ നിയോജക മണ്ഡലം ചെയർമാൻ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം റഷീദ് ആലാൻ സാഹിബ്, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി മുൻ മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള പി. അഹമ്മദ് അഷറഫ് സാഹിബ്,
യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി അരുൺകുമാർ പാലക്കുറിശി, മുസ്ലിം യൂത്ത് ലീഗിന്റെ ജില്ലാ ട്രഷറർ നൌഷാദ് വെള്ളപ്പാടം, ജില്ലാ ഭാരവാഹികളായ അഡ്വക്കേറ്റ് നൌഫൽ കളത്തിൽ, CK സടക്കത്തുള്ള സൈനുദ്ദീൻ കൈവച്ചറ ഉൾപ്പെടെയുള്ള മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതാക്കന്മാർ, യൂത്ത് കോൺഗ്രസിന്റെ നിയോജകമണ്ഡലം പ്രസിഡന്റ് നസീർ ബാബു, ഗിരീഷ് ഗുപ്ത അടക്കമുള്ള യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാര്, പ്രിയപ്പെട്ട മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും മറ്റു ന്യൂനപോഷക സംഘടനകളുടെയും നേതാക്കന്മാരെ, നല്ലവരായ ജനാധിപത്യ മതേതര വിശ്വാസികളെ, കേരളത്തിന്റെ നിയമസഭക്കകത്ത് തികച്ചും ജനാധിപത്യപരമായ പോരാട്ടത്തിന്റെ ഭാഗമായി അടിയന്തര പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മണ്ണാർക്കാടിന്റെ MLA കേരളത്തിലെ കഴിഞ്ഞ നാളുകളായി ആരോഗ്യരംഗത്ത് സകല മേഖലയിലും തകർന്ന് തരിപ്പണമായ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ വിശിഷ്യ ആരോഗ്യമേഖല കേരളം ലോകത്തിന്റെ തുല്യതയില്ലാത്ത രീതിയിൽ പുരോഗമതി കൈവരിച്ച ഈ കേരളത്തിന്റെ ആരോഗ്യമേഖലയിലെ സകല പുരോഗമനത്തെയും സകല നേട്ടങ്ങളെയും തകർത്തുകൊണ്ട് കേരളത്തിന്റെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും സ്തംഭനാവസ്ഥയായിക്കൊണ്ട് ഡോക്ടർമാരും അതിന്റെ പ്രിൻസിപ്പൽമാരും സൂപ്രണ്ടുമാരും രാജിവെച്ചുകൊണ്ട് പരസ്യമായി സാമൂഹ്യ മാധ്യമങ്ങളിലെ സംസ്ഥാന ഗവൺമെന്റിനെതിരെ, ആശുപത്രിയിലെ ഈ സംവിധാനത്തിനെതിരെ, സിസ്റ്റത്തിനെതിരെ പരസ്യമായി പ്രതികരണം നടത്തിയപ്പോ അത്തരത്തിലുള്ള സാഹചര്യമാണ് നമ്മുടെ നാട്ടിലുള്ളത്. നമുക്കറിയാം, നമ്മുടെ ഈ മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ തന്നെ നഗരസഭ വാങ്ങിക്കൊടുക്കുന്ന പാരസെറ്റമോളും അതുപോലെയുള്ള ഏതാനും പനിക്കും തലവേദനക്കും മാത്രമുള്ള ഗുളികകൾ എഴുതുന്നതിന് വേണ്ടിയുള്ള താൽക്കാലിക ജീവനക്കാരായ ഡോക്ടർമാർ മാത്രമാണ് ഈ താലൂക്ക് ആശുപത്രിയിലുള്ളത്. ഒരു മണ്ണാർക്കാട് പോലെ ഇത്ര വലിയ ഒരു താലൂക്ക് ആശുപത്രിയിൽ അവിടെ ഏറ്റവും അനിവാര്യമായി വേണ്ട ഗൈനക്കോളജി അടക്കമുള്ള മറ്റു ശാസ്ത്രക്രിയ അടക്കമുള്ള സംവിധാനങ്ങൾ ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. ഇതുതന്നെയാണ് കേരളത്തിലെ എല്ലാ ആശുപത്രികളിലുമുള്ളത്. നമ്മളെല്ലാവരും വളരെ വലിയ അഭിമാനബോധത്തോടുകൂടി പറഞ്ഞിരുന്ന നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഏഷ്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ചികിത്സക്ക് വന്നുകൊണ്ടിരിക്കുന്ന ആശുപത്രി എന്നുള്ള നിലക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിന് അങ്ങനെ ഈ മലബാറിന്റെ ആരോഗ്യരംഗത്ത് തലയെടുപ്പോടുകൂടി നിന്നിരുന്ന അത്തരം സ്ഥാപനങ്ങളിലാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തീ പിടിച്ചുകൊണ്ട് ആളുകൾ മരിക്കുന്നത്. അതുപോലെ തന്നെ കോട്ടയത്താണ് ബിൽഡിംഗ് ഇടിഞ്ഞുകൊണ്ട് ആളുകൾ മരണപ്പെടുന്നത്. ഇത്തരത്തിൽ തങ്ങളുടെ അസുഖം വന്നാൽ ആ ഉള്ള ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി ആശുപത്രികളിലേക്ക് എത്തുമ്പോ ഒരു കേടുമില്ലാതെ വരുന്ന ആളുകൾക്ക് വരെ മരണം ഏറ്റുവാങ്ങേണ്ട രീതിയിലേക്ക് കേരളത്തിന്റെ പൊതുജനാരോഗ്യം തകരാറിലായ സാഹചര്യത്തിലാണ് ആ രംഗത്തെ വീഴ്ചകൾ അക്കമിട്ടുകൊണ്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേരളത്തിന്റെ നിയമസഭക്കകത്ത് അടിയന്തര പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മണ്ണാർക്കാട് MLA സംസാരിച്ചത്. അങ്ങനെ ഈ ഇടതുപക്ഷത്തിന്റെ ഗവൺമെന്റിന്റെ നെറുകേടുകൾക്കെതിരെ സംസാരിക്കുമ്പോ അത്തരത്തിലുള്ള ആളുകളെ ഇല്ലാത്ത കഥകൾ മെനഞ്ഞുണ്ടാക്കിക്കൊണ്ട് ഇവിടെ അപമാനിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോ അത്തരത്തിലുള്ള ശ്രമങ്ങൾക്ക് അപമാനിക്കുന്നതിന് അങ്ങനെ മണ്ണാർക്കാട് MLA വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇന്ന് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ മാർച്ച് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇവിടെ ഇന്നലെ ഡിവൈഎഫ്ഐയുടെ നേതാക്കന്മാർ ഈ മണ്ണാർക്കാടിന്റെ പരിസര പ്രദേശത്ത് നിന്നുള്ള ചില നേതാക്കന്മാരൊക്കെ വന്നുകൊണ്ട് MLA എന്തോ പറഞ്ഞു എന്നുള്ള രീതിയിലേക്ക് MLA ഇവിടെ കാലുകുത്താൻ സമ്മതിക്കില്ല എന്നുള്ള നിലക്കൊക്കെ സംസാരിച്ചു പോയത് കണ്ടു. നിങ്ങളുടെ നേതാക്കന്മാരോട് കൊഞ്ചുന്നത് പോലെ ഞങ്ങളുടെ നേതാക്കന്മാർക്ക് നേരെ അത്തരത്തിലുള്ള വർത്താനമായി വന്നു കഴിഞ്ഞാൽ ഈ മണ്ണാർക്കാട് നിങ്ങൾക്ക് സംഘടനാ പ്രവർത്തനം നടത്താൻ തന്നെ പ്രയാസമായിരിക്കുമെന്നാണ് അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. ഈ പ്രതിഷേധ യോഗം അതിന്റെ ഔപചാരികമായ അധ്യക്ഷത അലങ്കരിക്കുന്നതിന് വേണ്ടി നിയോജകമണ്ഡലം യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് നസീർ മാഷ് ആദരവോടും ക്ഷണിക്കുന്നു. ഈ പ്രതിഷേധ മാർച്ചിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കോൺഗ്രസിന്റെയും ലീഗിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും യൂത്ത് ലീഗിന്റെയും നേതാക്കന്മാർ, ഒരുപാട് നേതാക്കന്മാർ നടക്കുന്ന ഒരു പ്രതിഷേധ പ്രകടനമാണിത്. ദീർഘമായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ഇന്നലെ ഈ കേരളത്തിന്റെ ആരോഗ്യ മേഖലയെക്കുറിച്ച് സ്വാഗത ഭാഷണത്തിൽ നമ്മുടെ അഡ്വക്കേറ്റ് ഷമീർ പറയുകയുണ്ടായി.
നമുക്കറിയാം, ഇതാരും പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല. സാധാരണക്കാരായ ജനങ്ങൾ മുഴുവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പീഡനങ്ങളും പ്രയാസങ്ങളുമാണ്. ഓരോ ദിവസവും നമ്മുടെ ആരോഗ്യ മേഖല മാത്രമല്ല, കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിന്റെ മുഴുവൻ മേഖലയിലും ജനങ്ങൾ ഇന്ന് തീയിൽ നിന്ന അവസ്ഥയിലാണ് ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമുക്കേറെ സങ്കടകരമായ ഒരു വാർത്ത, നമുക്ക് ഇന്ത്യൻ ജനാധിപത്യ രാജ്യത്തിൽ നമ്മുടെ നിയമസഭയിൽ പോലും ഈ അക്രമങ്ങളും അനീതികളും തുറന്നു കാട്ടുന്ന MLA-ക്കെതിരെ അക്രമത്തെ അടിച്ചുവിടുന്ന മണ്ണാർക്കാട് ഡിവൈഎഫ്ഐയുടെ അല്ലെങ്കിൽ CPM-ന്റെ ഈ തോന്നിവാസങ്ങൾ കണ്ടു നിൽക്കുമെന്ന് നിങ്ങൾ ആരും വിചാരിക്കണ്ട. MLA-യുടെ മാത്രമല്ല, ഈ UDYF-ന്റെയോ അല്ലെങ്കിൽ നിങ്ങളുടെ UDF-ന്റെയോ ഒരു ആൺകുട്ടിയുടെ, ഒരു മനുഷ്യന്റെ, ഒരു ചെറുപ്പക്കാരന്റെ രോമത്തിൽ തൊടാൻ പോലും നിങ്ങൾക്ക് കഴിയില്ല എന്ന് ഞങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും കൃത്യമായി മനസ്സിലാക്കുന്നത്, നിങ്ങൾ ചേട്ടൻ മാവ അനിയമാവ ചമയുന്നുണ്ട്. അത് നിങ്ങൾ പരസ്പരം അടിച്ചോളൂ, നിങ്ങൾ എന്തായാലും പ്രശ്നമുണ്ടായിക്കോളും. പക്ഷേ ഞങ്ങളെ നേരെ കുതിര കയറിയാൽ, ഞങ്ങളെ നേരെ ശബ്ദമുയർത്തിയാൽ, ഞങ്ങളെ നേരെ അങ്ങനെ കൊഞ്ചനം കുത്തിയാൽ, ഞങ്ങളുടെ MLA-യോ ഞങ്ങളുടെ MP-ക്കോ നേരെ നിങ്ങളെ ഏതെങ്കിലും തരത്തിലെ തോന്നിവാസ സംസാരം നടത്തിയാൽ 2 കാലും വെച്ച് മണ്ണാർക്കാടിന്റെ മണ്ണിൽ അടക്കാൻ അനുവദിക്കില്ല എന്ന് ഈ സമയത്ത് ഉറക്കെ പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇത് വെറും വർത്തമാനം മാത്രമല്ല, വെറുതെ വർത്തമാനം പറഞ്ഞ് പോവുകയല്ല എന്ന് വിചാരിക്കേണ്ട. ഇതൊരു സൂചന പ്രതിഷേധം മാത്രമാണ്. ഇനി ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങളുമായി ഞങ്ങളുടെ MLA-ക്കോ MP-മാർക്കോ ഞങ്ങളുടെ പ്രസ്ഥാനങ്ങളിൽ ഏതെങ്കിലും ആളുകൾക്ക് നേരെ നിങ്ങൾ വിരൽ ചൂണ്ടിയാൽ, വഞ്ചനം കുത്തിയാൽ, ഇതിന് തിരിച്ചടിക്കുന്നത് ഈ രൂപത്തിലാവില്ല എന്ന് ഇതാ താക്കീതായി ഈ സമയത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? നിങ്ങളെ തോന്നിവാസികളെ മുഴുവനും കണ്ടു നിൽക്കുന്ന ഒരു സമൂഹമായി കേരളം മണ്ണ് മാറുമെന്നാണ്. ഉൽപ്പന്ന കേരളമാണിത്. നിങ്ങൾ വിചാരിച്ച പോലെ വിദ്യാഭ്യാസങ്ങൾ അടിച്ചമർത്തി അവസാനം തോന്നിയ പോലെ ഈ ലോകത്തെ, ഈ നാടിനെ ഭരിക്കാൻ നിങ്ങൾ വിചാരിക്കുന്നെങ്കിൽ അത് നിങ്ങളുടെ മനസ്സിൽ മാത്രം വെച്ച് മുന്നോട്ട് പോയാൽ മതി. ഇത് ഉൽപ്പന്ന കേരളമാണ്. തിരിച്ചടിക്കും. ജനങ്ങൾ ഉൽപ്പന്നരാണ്. സാധാരണക്കാരായ ജനങ്ങളാണെങ്കിലും അറിവുള്ളവരാണ്, വിജ്ഞാനമുള്ളവരാണ്. അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല കേരളത്തിന്റെ മണ്ണെന്ന് മനസ്സിലാക്കുക. ഈ വരുന്ന കാലഘട്ടങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ അത് നിങ്ങളെ തിരിച്ചറിയുക തന്നെ ചെയ്യും എന്ന് ഈ സമയത്ത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കാൻ ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല. ഈ ഒരു സംസാരത്തിൽ, നമ്മുടെ ഈ ഒരു പ്രതിഷേധ പ്രകടനത്തിൽ നമ്മോട് സംസാരിക്കുന്നതിന് വേണ്ടി ഈ പരിപാടി ഉദ്ഘാടനം, നമ്മുടെ പ്രതിഷേധ മാർച്ചിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട DCC-യുടെ ജനറൽ സെക്രട്ടറി അഷറഫ് കെ വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷൻ UDYF-ന്റെ നേതാവ് ശ്രീ നസീർ ബാബു, ഇവിടെ സ്വാഗതം പറഞ്ഞ യൂത്ത് ലീഗിന്റെ പ്രസിഡന്റ് ഷമീർ പഴേരി, പ്രിയപ്പെട്ട ജനാധിപത്യ മുന്നണിയുടെ ചെയർമാൻ റഷീദ് ആലായിൽ ഉൾപ്പെടെയുള്ള ഐക്യജനാധിപത്യ മുന്നണി നേതാക്കന്മാരെ, പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇതുപോലെ ഒരു പ്രതിഷേധ ജാഥ നടത്താനുണ്ടായ കാര്യങ്ങളൊക്കെ എനിക്ക് മുമ്പ് സംസാരിച്ച പ്രിയപ്പെട്ട നേതാക്കന്മാരൊക്കെ ഇവിടെ അതിന് ആധാരമായിട്ടുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. ഇവിടെ മണ്ണാർക്കാട് നിന്നും 2-3 പ്രാവശ്യം തെരഞ്ഞെടുത്ത അഡ്വക്കേറ്റ് എം ഷംസുദ്ദീൻ മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിന്റെ കാര്യം പറയാനാണ് കേരള അസംബ്ലിയിൽ പോയിട്ടുള്ളത്. അത് ഇന്നും പറയും, നാളെയും പറയും. ഏത് DYFI-ക്കാരനും CPM-ഉം കുരച്ചെന്നും അതിനൊരു കാര്യവുമില്ല. ഞങ്ങൾക്ക് CPM-ന്റെ ഓഫീസിൽ നിന്ന് പറയുന്നതിനനുസരിച്ച് ഇവിടെ കേരള അസംബ്ലിയിൽ പറയാൻ അല്ല ഷംസുദ്ദീനെ തെരഞ്ഞെടുത്തുള്ളത്. ജനങ്ങൾ, മണ്ണാർക്കാട്ടെ ജനങ്ങൾ അഡ്വക്കേറ്റ് ഷംസുദ്ദീനെ തെരഞ്ഞെടുത്തിട്ടുള്ളത് മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിന്റെ വികസന കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നതിനും അവികസിത പ്രദേശങ്ങളെ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനും അവിടെയൊക്കെ വികസനം എത്തിക്കുന്നതിനുമാണ് വേണ്ടിയിട്ടാണ് അഡ്വക്കേറ്റ് ഷംസുദ്ദീനെ തെരഞ്ഞെടുത്തുള്ളത്. അപ്പോ അതിന്റെ ഭാഗമായിട്ട് ആരോഗ്യവകുപ്പ് ഒരു സബ്മിഷനിലൂടെ ചില കാര്യങ്ങൾ പറഞ്ഞപ്പോ ഷംസുദ്ദീനെ മണ്ണാർക്കാട് കാലുകുത്തിക്കയില്ല എന്നാണ് ഇവിടുത്തെ CPM-കാരും DYFI-ക്കാരും ഒക്കെ പറയുന്നത്. പാലക്കാടാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ കാലുകുത്തിക്കില്ല. പിന്നെ ഇവര് ആരെ കാലുകുത്തിക്കുക? ഷംസുദ്ദീനും രാഹുൽ മാങ്കൂട്ടത്തിലൊന്നും ബോർഡ് പൊളിച്ചിട്ട് ഇറങ്ങിയ ആളുകളല്ല, ജനങ്ങളെ തെരഞ്ഞെടുത്ത് വന്നിട്ടുള്ള ആളുകളാ. നാളെ രാഹുൽ മാങ്കൂട്ടം പാലക്കാട് വരുന്നുണ്ട്. എന്താ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിലുള്ള ആക്ഷേപം? ഏതെങ്കിലും പരാതിയുണ്ടോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിൽ? പരാതി ഉണ്ടെങ്കിൽ നിങ്ങളാ പറയേ. എന്നാ എറണാകുളത്തൊക്കെ ഇന്നലെയും ഇന്നൊക്കെ ആയിട്ട് ചില കഥകള് പരക്കുന്നുണ്ട്. അതുപോലെ MLA-യാണ്, CPM-ന്റെ MLA-യാണ്. CPM-ന്റെ MLA-യെ കുറിച്ചാണ് ഇതുപോലുള്ള കേസുകൾ വരുന്നത്. അപ്പൊ അവിടെ ആ MLA അവിടെ ഇറങ്ങാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ എന്താ സ്ഥിതി?
അപ്പൊ ഞാൻ പറയുന്നത് ഇവിടെ CPM ആഫീസിൽ നിന്ന് പറയുന്ന അനുസരിച്ച് അഡ്വക്കേറ്റ് ഷംസുദ്ദീന് അസംബ്ലിയിൽ പ്രവർത്തിക്കാൻ കഴിയില്ല, പറയാൻ കഴിയില്ല. അതുകൊണ്ട് ആ ആളുകളോട് പറയുന്നു, നിങ്ങൾ ഇവിടെ കാല് കുത്തിക്കാതിരിക്കാൻ നോക്ക്, ഞങ്ങൾ ഷംസുദ്ദീൻ ഇവിടെ കാല് കുത്തിക്കാതെ നോക്കട്ടെ, നമുക്ക് കാണാം. മറ്റു കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല. ഇവിടെ അസംബ്ലിയിൽ പറഞ്ഞു വെച്ചത് ആരോഗ്യമന്ത്രി പറഞ്ഞല്ലോ സിസ്റ്റം തകരാറാണെന്ന്, വീണ ജോർജ് പറഞ്ഞു സിസ്റ്റം തകരാറാണെന്ന്. കേരളത്തിലെ ആരോഗ്യ മേഖല മാത്രമാണോ? ഇവിടെ വിലക്കയറ്റം കൊണ്ട് ഒരു ഭാഗത്ത് പൊറുതിമുട്ടുന്നു, ഇവിടെ പോലീസ് തുറന്നയായിട്ട് ഒരു ഭാഗത്ത് നടക്കുന്നു. ഇങ്ങനെ ഒരു ഗവൺമെന്റ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായില്ലതിന് മുമ്പ് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റുകൾ ഈ രാജ്യത്ത് അധികാരത്തിൽ വന്നിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റിന്റെ EMSന്റെ ഗവൺമെന്റ് ഉണ്ടായിട്ടുണ്ട്, നായനാരുടെ ഗവൺമെന്റ് ഉണ്ടായിട്ടുണ്ട്, അന്നൊന്നും അച്യുതാനന്ദന്റെ ഗവൺമെന്റ് ഉണ്ടായിട്ടുണ്ട്. അന്നൊന്നും ഇല്ലാത്ത തരത്തിലാണ് പിണറായി വിജയന്റെ ഗവൺമെന്റ് കഴിഞ്ഞ 10ാമത്തെ കൊല്ലത്തിലേക്ക് കിടക്കുമ്പോ ഈ കഴിഞ്ഞ 10 കൊല്ലവും ഇതുപോലെ ദുർഭരണം നടത്തിയിട്ടാണ് വരുന്നത്. അതിനെ തുറന്ന് കാണിക്കേണ്ട പണിയാണ് MLAക്കും അതുപോലെ ഐക്യ ജനാധിപത്യ മുന്നണിക്കും. അത് ഇനിയും ഏത് DYFIക്കാരെ കുറിച്ചാലും ഏത് CPMകാരെ കുറിച്ചാലും ഇനിയും മുന്നോട്ട് പോകും. ഇത് ഈ പ്രതിഷേധ ജാഥക്ക് എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. നമസ്കാരം. നമ്മുടെ മണ്ണാർക്കാട് ലീഗിന്റെ നിയോജക മണ്ഡലം സെക്രട്ടറി പ്രസിഡന്റ് ആലങ്കൃഷ്ണ സാഹിബ്, പ്രിയമുള്ളവരും, നമ്മുടെ ഈ സമരപരിപാടിയുടെ അധ്യക്ഷൻ എസ് ബാബു, അതുപോലെ തന്നെ ഈ പരിപാടി ഇതിനു മുമ്പ് സംസാരിച്ച പ്രിയപ്പെട്ട DCCയുടെ സെക്രട്ടറി പ്രിയപ്പെട്ട അഷർക്ക, അതുപോലെ തന്നെ ഷമീർ പഴേരി, മുനീർ, അതുപോലെ തന്നെ അരുൺ തുടങ്ങിയ യൂത്ത് കോൺഗ്രസിന്റെ യൂത്ത് ലീഗിന്റെ ഒക്കെ നേതാക്കന്മാരും അതുപോലെ തന്നെ കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും നേതാക്കന്മാരുണ്ട്, പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകരുണ്ട്, വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ എത്തിയ ആളുകളുണ്ട്. ഇവിടെ മുദ്രാവാക്യവും കഴിഞ്ഞ് പ്രകടനവും കഴിഞ്ഞ് എന്താണ് പ്രതിഷേധം എന്ന് കൃത്യമായി നഗരത്തെ ബോധ്യപ്പെടുത്തി നിൽക്കുന്ന പ്രിയപ്പെട്ട പ്രവർത്തകന്മാരുണ്ട്. ഇവിടെ ഒരു കാര്യം പറയാനുള്ളത്, ഇവിടെ അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ എന്ന് വേണ്ടാത്തത് പറഞ്ഞു എന്നാ പറയുന്നത്. ഞങ്ങൾ പറഞ്ഞത് നിലവില് കോടതിപ്പടിയിൽ വെച്ചിട്ടല്ല, കേരളത്തിന്റെ നിയമനിർമ്മാണ സഭയിൽ വെച്ചുകൊണ്ടാണ്. ഞങ്ങൾ 10-40 ആളുകളുണ്ട്, 100 ചില്ലാനം ആളുകൾ അവരാണ്. മാത്രവുമല്ല അവിടെ കൃത്യമായി സഭാ ടൂറിയുണ്ട്. എന്താണ് അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ പറഞ്ഞ വേണ്ടാത്ത വാക്കുകളെന്ന് പുറത്തുവിടാൻ CPM കേരളത്തിന്റെ ബഹുവന്ദനായ സ്പീക്കറും തയ്യാറാണ്. ഒരു കാര്യം ഞങ്ങൾ പറയാം, അഡ്വക്കേറ്റ് ഷംസുദ്ദീനെ ഞങ്ങൾക്കൊക്കെ മലപ്പുറം ജില്ലാ MSFന്റെ ജനറൽ സെക്രട്ടറിയായ കാലം മുതൽ ഞങ്ങൾക്കറിയാം. മണ്ണാർക്കാട്ടുകാർക്കറിയാം ഷംസുദ്ദീനെ 10-15 കൊല്ലായിട്ട് ഷംസുദ്ദീൻ എങ്ങനെയാണ് ജനങ്ങളോട് പെരുമാറുന്നത് എന്നും ഇവിടുത്തെ വികസന കാര്യങ്ങളിലും കക്ഷിരാഷ്ട്രീയത്തിന് അതീതമായ ഒരു വികസന സംസ്കാരമാണ് അദ്ദേഹം മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഇടപെടൽ എങ്ങനെ എന്നുള്ളത് ഈ 15 വർഷം പൂർത്തിയാകുമ്പോൾ മണ്ണാർക്കാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. ഇത് മണ്ണാർക്കാട്ടുകാരോട് പറയാനുള്ളതാണ് പറയുന്നത്. CPMനോട് പറയാനുള്ളത്, CPM പറയുന്നത് മണ്ണാർക്കാട് കാല് കുത്തൂല എന്നല്ല പറഞ്ഞത്, MLAനെ കൊണ്ട് കാല് കുത്തിപ്പിക്കില്ല എന്നാ പറഞ്ഞത്. ആദ്യം പറയാനുള്ളത്, മണ്ണാർക്കാട് അഡ്വക്കേറ്റ് ഷംസുദ്ദീനെ MLA ആക്കിയത് ഐക്യ ജനാധിപത്യ മുന്നണിയാണെങ്കിൽ CPMന്റെ ഓശാനം ഞങ്ങൾക്കതിനാവശ്യമില്ല. ഏരിയ സെക്രട്ടറി പ്രസംഗിച്ചല്ലോ, ഏരിയ സെക്രട്ടറിയോട് പറയാനുള്ളത്, നാരായണൻ കുട്ടിയാണ് മണ്ണാർക്കാടിന്റെ രാഷ്ട്രീയത്തിന്. ആദ്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ പ്രകടനം നടന്നല്ലോ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ. ആ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പ്രകടനം നടക്കുമ്പോ നിങ്ങൾ ആളുകൾ പരസ്പരം വണ്ടി കയറാനുള്ള തർക്കല്ലേ, ആ തർക്കമൊക്കെ തീർക്കേണ്ടത് CPMന്റെ പണിയാണ്. അതുപോലെ നിങ്ങളൊരു പ്രകടനം നടത്തിയാലോ ഇവിടെ, നിങ്ങള് സമീപകാലത്തൊരു പ്രകടനം നടത്തി കയ്യും വെട്ടും കാലും വെട്ടും വേണ്ടി വന്നാൽ തലയും വെട്ടും എന്ന് പറഞ്ഞിട്ട്, അത് കേട്ട പേടിക്കുപോലെ CPMന്റെ ഓഫീസിലാണ്. അതുകൊണ്ട് ഞങ്ങൾ MLAയോ ജനപ്രതിനിധികളെയോ ആരെങ്കിലും ഭീഷണിപ്പെടുത്താനാണ് CPM ശ്രമിക്കുന്നതെങ്കിൽ മണ്ണാർക്കാട് കൃത്യമായി ഞങ്ങൾ അതുപോലെ തിരിച്ചടിക്കും.
ഒരു സംശയമല്ല. കൃത്യമായി CPM-ന്റെ മണ്ണാർക്കാടിന്റെ ശൈല ജീവിതം, സമാധാനം അത് തകർക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ശക്തമായും പ്രതിരോധിക്കും. മാത്രമല്ല, മണ്ണാർക്കാട് ഒരു പ്രശ്നമല്ല, ഒരു രാഷ്ട്രീയ പ്രശ്നമല്ല, എന്തെങ്കിലും ഒരു സൗഹൃദം നഷ്ടപ്പെടുന്ന സാഹചര്യമല്ല. CPM ബോധപൂർവം മണ്ണാർക്കാടിന്റെ സമാധാനവും സ്വൈരജീവിതവും നശിപ്പിക്കാനുള്ള ആസൂത്രിതമായ ശ്രമമാണ് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നാരായണൻകുട്ടിയൊക്കെ ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി അല്ലേ? ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? കേരളത്തിന്റെ നിയമസഭയിൽ എന്തെങ്കിലും വേണ്ടാത്തത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിന്റെ നിയമസഭയിൽ നിന്ന് തന്നെ സഭാ ടിവിയിൽ നിന്ന് കിട്ടൂലേ? ഞങ്ങൾ ചോദിക്കുന്നത് അഡ്വക്കേറ്റ് എം ശംസുദ്ദീൻ എന്താണ് വേണ്ടാത്തത് പറഞ്ഞത്? എന്താണ് അസത്യം പറഞ്ഞത്? പറയേണ്ടത് CPM ആണ്. DYFIക്കാരിലെ പ്രകടനം നടത്തിയെന്ന് പറ. എന്ത് പറഞ്ഞു എന്നുള്ളത് സഭാ ടിവിയിൽ രേഖയുണ്ട്. എന്തെങ്കിലും വേണ്ടാത്തത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറ. പിന്നെ മാത്രമല്ല, ജനങ്ങളൊക്കെ പറയും ശംസു വേണ്ടാത്തത് പറഞ്ഞ അത്രേ പറയുള്ളൂ എന്ന് മണ്ണാർക്കാട്ടേർക്കറിയാം. ശംസുനി മണ്ണാർക്കാട്ടേർക്കറിയാം എന്ത് വേണ്ടാത്തതാ ശംസു പറയാന്നുള്ളത്. അവിടെ കൃത്യമായി രണ്ടാമത്തെ തവണയാണ് MLA മണ്ഡലത്തിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എന്ന് ആരോഗ്യമന്ത്രി പറയുന്നത്. ആരോഗ്യമന്ത്രിയോട് ആ വകുപ്പ് നോക്കിയാൽ മതി. MLAക്ക് മണ്ഡലം നോക്കാനുള്ള ക്ലാസ് എടുക്കാൻ ആരോഗ്യമന്ത്രി ആയിട്ടില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മാത്രമല്ല, ആരോഗ്യമന്ത്രിയുടെ ആരോഗ്യവകുപ്പിന് ഇവിടെ നിന്ന് ഞാൻ മണ്ണാർക്കാടെന്ന് പ്രസംഗിച്ചപ്പോ ഞാൻ വാപ്പുവിനെ സ്വകാര്യം വിളിച്ചു പറയാം. ഷമീറിനെ വിളിച്ച് ചോദിച്ചെന്താ വെച്ചാല്, ഇവിടെ ഒരു ഹെൽത്ത് സെന്ററിൽ ഗുളിക കിട്ടിയപ്പോ ഗുളികയിലൊക്കെ ഇരുമ്പിന്റെ സത്തുണ്ട് എന്ന് പറച്ചില്ല. പക്ഷെ ഈ ആരോഗ്യമന്ത്രിയുടെ കാലത്ത് ഗുളികയിൽ കിട്ടിയത് എന്താണ് ഇവിടുത്തെ ഗവൺമെന്റ് ആശുപത്രിയുടെ ഗുളികയിൽ നിന്ന് കിട്ടിയത്? ഇരുമ്പിന്റെ കഷ്ണ. എങ്ങനെയാ ഇത് വിശ്വസിച്ച് കുടിക്കുക? ആരോഗ്യ വകുപ്പ് എന്ന് പറഞ്ഞാൽ ഇത് പിണറായി വിജയന്റെ സംഭാവനയല്ല. കേരളത്തെ ഇങ്ങനെ പൊതുജനാരോഗ്യ രംഗത്ത് ക്രമീകരിച്ചത്. കേരളത്തിന് എക്കാലത്തും ലോകാരോഗ്യ സംഘടന വരെ കേരളത്തിന്റെ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളെ ഏതേത് കാലത്തും അംഗീകരിച്ചിട്ടുണ്ട്. ഈ ആരോഗ്യ വകുപ്പ് വന്നതിന് ശേഷമാണ് എല്ലാ പ്രശ്നങ്ങളും. എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാക്കി മാധ്യമപ്രവർത്തകരല്ലേ ഞങ്ങൾ അന്വേഷിക്കണമെന്ന് CPM-ന്റെ ഏജൻസിയോടല്ല, ഉത്തരവാദിത്വ ബോധത്തോടുകൂടി ഇന്ന് ഞങ്ങൾ ആരോഗ്യ വകുപ്പിനെതിരെ ഒരാരോപണം ഉന്നയിക്കുകയാണ്. അട്ടപ്പാടിയിലെ കോട്ടക്കരയിൽ 2 ദിവസം കഴിഞ്ഞാൽ ആരോഗ്യവകുപ്പ് മന്ത്രി വരുന്നുണ്ട്. ആ കോട്ടക്കര ആശുപത്രിയിൽ അവിടെ ആദിവാസി സമൂഹത്തിന്, പിന്നോക്ക വിഭാഗങ്ങൾക്ക് അവിടെ ആശുപത്രി, കോട്ടക്കര ആശുപത്രിയാണ് വികസിപ്പിക്കേണ്ടത്. അത് വികസിപ്പിക്കാതെ ആദിവാസികളുടെ ഫണ്ട് കൊടുത്തത് എവിടേക്കാണ്? പെരിന്തൽമണ്ണ EMS ആശുപത്രിക്ക് അവിടെ ഊരുകളിൽ താമസിക്കുന്ന പാവപ്പെട്ട ആദിവാസി സമൂഹത്തിന്റെ ചികിത്സയ്ക്ക് വേണ്ടി EMS ആശുപത്രിയാണ് കോടിക്കണക്കിന് രൂപ കൊടുത്തത്. മാധ്യമങ്ങളോട് പറയുന്നു, ആരോഗ്യവകുപ്പ് മന്ത്രി പറയുമ്പോ ചോദിക്കണം, അവിടെ കോട്ടപ്പുറ ആശുപത്രി വികസിപ്പിക്കാൻ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളുമുണ്ട്. ഏറ്റവും വലിയ വിഡ്ഢിത്തരം തൊട്ടടുത്ത മെഡിക്കൽ കോളേജ്, പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി മലബാറിൽ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടായിരുന്നല്ലോ. മഞ്ചേരിയിൽ ഒരു മെഡിക്കൽ കോളേജ് കൊണ്ടുവന്നു. ആ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഒരു പരിപാടി പങ്കെടുക്കുമ്പോ അവിടെയും വിവാദമുണ്ടാക്കി പറഞ്ഞ് അവിടുത്തെ പഴയ ആശുപത്രിക്ക് മുനിസിപ്പാലിറ്റി അത് പുനഃക്രമീകരിക്കണം. അവിടെ പഴയ ആശുപത്രി ഇപ്പൊ ഇല്ല. ആ ആശുപത്രിയിലെ ജീവനക്കാർ വരെ മെഡിക്കൽ കോളേജിന്റെ ഭാഗമായിട്ടുണ്ട്. ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് പഠിക്കില്ല. അതുകൊണ്ട് ആരോഗ്യവകുപ്പ് മന്ത്രിയോട് പറയാനുള്ളത്, നിങ്ങൾ ന്യൂസ് ചാനലിൽ ന്യൂസ് വായിക്കരുത്. ന്യൂസ് വായിക്കുമ്പോ ആരും മിണ്ടൂല. ആരും മിണ്ടിയാൽ കാണാനും കഴിയില്ല. ഇപ്പോ നിങ്ങൾ ന്യൂസ് വായിക്കുകയല്ല, കേരളത്തിൽ, ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു നിയമസഭയിൽ നിന്ന് തോന്നിവാസം പറഞ്ഞാൽ തോന്നിവാസം പറയണമെന്ന് പറയാനാണ് ശംസുവിനെ എത്തിച്ചിട്ടുള്ളത്. ഇനിയും പറയും. മാത്രമല്ല, ഇതിനു മുമ്പ് പറഞ്ഞു മണ്ണാർക്കാട് മണ്ഡലത്തിൽ MLA അട്ടപ്പാടിയിൽ പോകുന്നില്ല എന്ന്. MLAക്ക് മേശിരി പണിയെടുക്കാൻ ഇങ്ങോട്ട് വരണ്ട. നിങ്ങൾക്ക് വാഴ്ത്തുപാട്ട് പാടലാണ് നിങ്ങൾക്ക് നല്ലത്. സാർ, ഒരു കപ്പലുണ്ട് സാർ, ആ കപ്പലിനൊരു കപ്പിത്താനുണ്ട് സാർ എന്ന് പറഞ്ഞ് പ്രസംഗിച്ച് പിണറായിയെ സുഖിപ്പിച്ചു വാങ്ങിയില്ലേ? അങ്ങനെ പറഞ്ഞു വാങ്ങി അവസാനം ആരോഗ്യവകുപ്പ് എന്ന കപ്പൽ മുങ്ങിപ്പോയിരിക്കുന്നു. കേരളത്തിൽ ഇത്ര ആരോഗ്യ മേഖല തകരാറായ ഒരു
ഉണ്ടായിട്ടില്ല. ഏതെങ്കിലും ഒരു കാലം പറ ഇങ്ങനെ ആരോഗ്യ മേഖല പരിപൂർണമായും തകർന്നു. മരുന്നില്ല, ഡോക്ടർമാരില്ല, മെഡിക്കൽ കോളേജിൽ വരെ ആവശ്യത്തിനും മരുന്നും ചികിത്സയും കിട്ടുന്നില്ല. എന്നിട്ട് ഞങ്ങൾ MLA-ക്കെതിരെ പ്രകടനം നടത്തുക. DYFI-ക്കാണ് പറയാനുള്ളത്. തൊട്ടടുത്തുള്ള താലൂക്ക് ആശുപത്രിയിലും തൊട്ടടുത്തുള്ള CHSയിലുമൊക്കെ മരുന്ന് കൊടുത്ത് ആവശ്യത്തിന് ഡോക്ടറെ വെച്ചിട്ട് മതി ഞങ്ങളെ MLA-യെ പോർവിളിക്കാൻ. അത് നിങ്ങൾക്ക് സമയം ഉണ്ടാകുമ്പോൾ വന്നാൽ മതി, ഇതില്ലെങ്കിലും വന്നോളി, ഞങ്ങളിവിടെ റെഡിയാ. പക്ഷേ അതിലേക്ക് മണ്ണാർക്കാടിനെ കൊണ്ടുപോകണ്ടേ എന്ന് തീരുമാനിക്കേണ്ടത് CPM ആണ്. CPM-ന്റെ ഏരിയ സെക്രട്ടറി ഉത്തരവാദിത്തമില്ലാതെ സംസാരിക്കുക. ഒരു ഉത്തരവാദിത്തമില്ലാതെ ആ കുട്ടികളുടെ കൂടെ നിന്നുകൊണ്ട് ഉത്തരവാദിത്തമില്ലാതെ സംസാരിക്കുക. ഇത് MLA എന്തെങ്കിലും വേണ്ടാത്തത് പറഞ്ഞെങ്കിൽ, അരുതാത്തത് പറഞ്ഞെങ്കിൽ സഭാ TV അത് ഒപ്പിയെടുക്കും. എല്ലാവർക്കും അറിയില്ലേ, അത് പുറത്തുവിടാൻ CPM തയ്യാറാകണം. ഞങ്ങൾ പറയുന്നത് ഒന്നുകിൽ ആ അനാവശ്യമോ അബദ്ധമോ അരുതാത്തതോ പറഞ്ഞത് മണ്ണാർക്കാട് CPM പുറത്തുവിടണം, അല്ലെങ്കിൽ മണ്ണാർക്കാട് ജനങ്ങളോട് CPIM-ന്റെ ഏരിയ കമ്മിറ്റി മാപ്പ് പറയണമെന്നാണ് ഈ സമരത്തിൽ UDYF-ന് പറയാനുള്ളത്. ഞങ്ങൾ ഒന്നുകൂടി വെല്ലുവിളിക്കുന്നു. സഭാ TV MLA മിണ്ടിയാൽ, MLA-മാർ ഉറങ്ങിയാൽ, MLA-മാരുടെ കൈയടിച്ചാൽ നിയമസാമാജികരുടെ എല്ലാ ചലനങ്ങളും ഒപ്പിയെടുക്കുന്ന സഭാ TV-യാണ് കേരളത്തിന്റെ നിയമനിർവ്വഹണ സഭയിലുള്ളത്. അതുകൊണ്ട് MLA പറഞ്ഞ എന്തെങ്കിലും അരുതാത്തത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പുറത്തുവിടണം. അത് പുറത്തുവിടാൻ സാധിച്ചില്ല എങ്കിൽ മണ്ണാർക്കാട് CPM-ന് സാമൂഹിക ബാധ്യതയുണ്ടെങ്കിൽ നിങ്ങൾ മാപ്പ് പറയണം എന്നാണ് ഞങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള നാടിനെ കലാപഭൂമിയാക്കാൻ, ആളുകളുടെ ഇടയിൽ സൗഹൃദം നഷ്ടപ്പെടുത്താനുള്ള നല്ല രാഷ്ട്രീയ അന്തരീക്ഷത്തെ കൊലാക്കൊയില് സ്ഥിതിയിലേക്ക് എത്തിക്കാനുള്ള CPM-ന്റെ ശ്രമം അവസാനിപ്പിക്കണം. പിന്നെ മറ്റൊരു അതിന്റെ കൂടെ വന്ന ആളുകളെ പ്രസംഗിച്ചതിനെ കുറിച്ച് ഞങ്ങൾ പറയുന്നില്ല. അവരൊക്കെ പ്രസംഗിച്ചത് മാറ്റി പറയാൻ എങ്ങനെയും നോക്കുക. ഒരാൾ പ്രസംഗിച്ചത് രണ്ടാമത് DYFI-ന്റെ ഒരു കുട്ടി 39 പ്രസംഗങ്ങളൊക്കെ ഇട്ടില്ലേ, നിങ്ങളൊക്കെ മൊബൈലിൽ ഉണ്ടല്ലോ. കൃഷ്ണമണിന്ന് പ്രസംഗിച്ചില്ലേ, ഞങ്ങളെ ശശിയേട്ടൻ ഞങ്ങളെ കഞ്ഞിലെ കൃഷ്ണമണിന്ന് പ്രസംഗിച്ചില്ലേ. ഇപ്പൊ മൂപ്പരെന്നെ പറയാണ് ആ സാധനം പോലെ കഞ്ഞിലെ കരടാണെന്നുള്ളത്. അതുകൊണ്ട് മൈക്ക കിട്ടുമ്പോ കടകൂടാന്ന് വിളിച്ചു പറയുന്നത്. DYFI ഉത്തരവാദിത്തമുള്ള യുവരാഷ്ട്രീയ സംഘടനയാണ്. ഞങ്ങൾ അങ്ങനെ തന്നെ ബഹുമാനത്തോടെ കാണുന്നു. പക്ഷേ പറയുമ്പോ കൃത്യമായും പറയുമ്പോ ആലോചിച്ച് പറയണം. ഇതിനു മുമ്പ് ഞങ്ങൾ ചില കാര്യങ്ങൾ പറഞ്ഞപ്പോഴും തന്നെ ഒരു ഉത്തരവാദിത്തബോധമില്ലാതെയാണ് DYFI-യുടെ ബന്ധപ്പെട്ട നേതാക്കന്മാർ പറയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ പ്രതിഷേധം CPM അനാവശ്യമായി വിളിച്ചു വരുത്തിയ പ്രതിഷേധമാണ്. ഇത്തരം പ്രതിഷേധങ്ങൾ അനാവശ്യമായി ജനശ്രദ്ധ തിരിച്ചുവിടാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഈ ഗവൺമെന്റിനെതിരെ, പിണറായിക്കെതിരെ, ആരോഗ്യ വകുപ്പിനെതിരെ ശക്തമായ തിരിച്ചടി ഉണ്ടാകും. ആ തിരിച്ചടി കേരളത്തിന്റെ നിയമസഭയിലേക്ക് ഞങ്ങളെ തിരിച്ചുവരുന്ന ഐക്യ ജനാധിപത്യ മുന്നണി തിരിച്ചുവരുന്ന ഒന്ന് കാത്തിരിക്കുകയാണ്. പിന്നെ ഷംസുദ്ദീന് ഷംഷീർ അല്ല, ഷംഷീർ എന്ന് പറഞ്ഞ നല്ല സ്പീക്കറാ, ഞങ്ങൾ പറയാം. അതുപോലെ തന്നെ പെട്ടി തൂക്കിയിട്ട്, പിണറായിയുടെ പെട്ടി തൂക്കിയിട്ട് MLA ആയ കുറെ ആൾക്കാരുണ്ട് ആ കൂട്ടത്തില്. പിണറായിയുടെ ഷംഷീറിനെ അല്ലട്ടോ പറയുന്നത്. ഞങ്ങൾക്ക് സ്പീക്കറെ കുറിച്ച് അഭിപ്രായത്തിലേ ഇല്ല. പിണറായിയുടെ പെട്ടി തൂക്കിയ ആൾക്കാരില്ലേ, അങ്ങനെ MLA ആയതുണ്ട്. ഷംഷു അങ്ങനെ പെട്ടി തൂക്കിയ MLA ആയതല്ല. MSF-ന്റെ സംസ്ഥാന ഭാരവാഹി, യൂത്ത് ലീഗിന്റെ സംസ്ഥാന ഭാരവാഹി, കേരള രാഷ്ട്രീയത്തിൽ കൃത്യമായി വിദ്യാർത്ഥി യുവജന രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച് അതിന് കിട്ടിയ അംഗീകാരം. ആരോഗ്യവകുപ്പ് മന്ത്രി വീട്ടിൽ ആരോടെങ്കിലും പറയാ ഇന്നത് പറയണമെന്ന് എഴുതി കൊടുക്കുക. ഞങ്ങൾ MLA-ക്ക് എഴുതി കൊടുത്താൽ അത് പറയില്ല ഷംസു. ഇനിയും ആരോഗ്യവകുപ്പ് മന്ത്രിയെ 1000 വട്ടം കേരളത്തിന്റെ നിയമസഭയിൽ ഞങ്ങൾ ചോദ്യം ചെയ്യും എന്നറിയിച്ചുകൊണ്ട് അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. നമ്മുടെ അധികാരത്തിന് വേണ്ടി അരുൺകുമാർ പാലക്കുറിശി സംസ്ഥാന യൂത്ത് പ്രസിഡന്റ്. നേതാക്കന്മാരെല്ലാവരും പ്രസംഗിച്ചു കഴിഞ്ഞു. ഇതിൽ കൂടുതലൊന്നും സംസാരിക്കാനില്ല. ഈ വൈദ്യുവേളയിലും നമ്മുടെ MLA-ക്കെതിരെ അനാവശ്യ പ്രകടനം നടത്തിയപ്പോൾ അതിന് ചോദ്യം ചെയ്യാൻ ഇവിടെ UDYF-ന്റെ ചുണക്കെട്ടുകളുണ്ട് എന്ന് തെളിയിച്ച മുഴുവൻ പ്രവർത്തകർക്കും ഹൃദയാഭിവാദ്യങ്ങൾ രേഖപ്പെടുത്തുന്നു. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മുടെ നേതാക്കന്മാർ പറഞ്ഞു. CPM-ന്റെ DYFI-യുടെ നേതാക്കന്മാരൊക്കെ അവരുടെ കൂട്ടത്തിൽപ്പെട്ട ചില ആളുകൾ കാല് കുത്തില്ല, കൈ കുത്തില്ല, നടക്കില്ല, ഈ വഴി വരില്ല എന്നൊക്കെ
അവരുടെ കൂട്ടത്തിൽപ്പെട്ടവരെ കുറിച്ച് പറഞ്ഞു. പക്ഷെ അതുപോലെ ആയിരിക്കില്ല UDFന്റെ MLA കാല് കുത്തില്ല എന്ന് പറഞ്ഞ കുത്തിക്കേണ്ട സ്ഥലത്ത് കുത്തിക്കാൻ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് മണ്ണാർക്കാടിന്റെ മണ്ണിൽ അറിയാം. ഇന്ന് വെള്ളിയാഴ്ച, ഇപ്പൊ സമയം 9 മണിയാകുന്നു. നാളെ ഏതെങ്കിലും DYFI കുട്ടികൾക്ക് ചങ്കൂറ്റമുണ്ടെങ്കിൽ, നട്ടലുണ്ടെങ്കിൽ നാളെ മണ്ണാർക്കാടിന്റെ മണ്ണിൽ വരണം. തിരുവനന്തപുരത്ത് നിന്ന് പ്രിയങ്കരനായ മണ്ണാർക്കാടിന്റെ MLA ട്രെയിൻ കയറിയിട്ടുണ്ട്. അദ്ദേഹം വരുന്നത് മലപ്പുറത്തേക്കല്ല, അദ്ദേഹം പോകുന്നത് അട്ടപ്പാടിയിലേക്കല്ല, അദ്ദേഹം വരുന്നത് മണ്ണാർക്കാട് ടൗണിലേക്കാണ്. ആളുകളായ, വീണ്ടും പറയുന്നു, ആളുകളായ DYFIക്കാരുണ്ടെങ്കിൽ വരണം. ഒന്ന് തടുത്തു നോക്കണം. ഞങ്ങള് നിങ്ങൾ പ്രസംഗിക്കുന്നത് പോലെ കയ്യും പറ്റും കാലും പറ്റും, വേണ്ടി വന്ന് തലയും പറ്റുമെന്ന് 40 വട്ടം പറഞ്ഞ് മണ്ണാർക്കാട്ടങ്ങാടിയിൽ പോകില്ല. പക്ഷെ ഞങ്ങളൊക്കെ, നിങ്ങള് ഒരു നേതാവിനെ കുറിച്ച് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ, കന്യ കൃഷ്ണമണിയൊക്കെ പറഞ്ഞതുപോലെ അതുപോലത്തെ പ്രസംഗമൊന്നും ഞങ്ങൾ നടത്തില്ല. പക്ഷെ ഞങ്ങളുടെ നേതാവ് MLA വന്ന് വണ്ടി നിർത്തുമ്പോ നിങ്ങളെ ഏതെങ്കിലും ഒരാൾക്ക് തടുത്തു നിർത്താൻ ശേഷിയുണ്ടെങ്കിൽ അന്ന് അവരുടെ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കാൻ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിനും ഇന്ത്യൻ മുസ്ലിം ലീഗിനും കഴിയും എന്നുള്ളത് വിനീതമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ മണ്ണാർക്കാടിന്റെ MLA പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു. ഞാൻ പ്രസംഗം 2-3 തവണ കേട്ടു. അദ്ദേഹം വളരെ വിശദമായി ഇവിടുത്തെ അസുഖങ്ങളെ കുറിച്ച് പറയുന്നു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറയാതെ മര്യാദ വേണമെന്ന് പറഞ്ഞപ്പോ സ്പീക്കർ മൈക്ക് ഓഫ് ചെയ്ത സമയത്ത് നിയമസഭയ്ക്കകത്തും പുറത്തും UDFിനെതിരെ പറയാൻ ഒന്നുമില്ല. അപ്പൊ മണ്ണാർക്കാടിന്റെ MLA അനാവശ്യം പറഞ്ഞു എന്ന് ഇതേ DYFIക്കാര്, ഇതേ CPMകാര് ഇവിടുത്തെ യൂത്ത് ലീഗുകാരനും യൂത്ത് കോൺഗ്രസുകാരനും വെല്ലുവിളിക്കുന്നു. MLA പറഞ്ഞ അനാവശ്യം അതെന്താണെന്ന് ഒരു തവണ ഒരു വീഡിയോ കേൾപ്പിക്കാൻ നിങ്ങൾക്ക് തന്റേടമുണ്ടോ എന്നുള്ളത് യൂത്ത് കോൺഗ്രസിന്റെയും യൂത്ത് ലീഗിന്റെയും ചെറുപ്പക്കാർ ചോദിക്കാം. പിന്നെ ഞങ്ങള് രാവിലെ എണീറ്റിട്ട് ജമ്പനും തുമ്പനും കളിക്കാൻ മണ്ണാർക്കാട്ടങ്ങാടി ഞങ്ങളില്ല. ചില ജമ്പന്മാരും ചില തുമ്പന്മാരും രാവിലെ വൈകുന്നേരത്ത് കളിച്ചിട്ട് അങ്ങനെ വെട്ടിക്കളയും. കുടുംബത്തിക്കാരി അങ്ങനെ തല്ലും, തല കാണില്ല. MLA വല്ല കാല് കുത്തില്ല, വണ്ടി അങ്ങനെ തടുക്കും, വണ്ടി അങ്ങനെ കത്തിക്കുമെന്ന് പറയുന്ന ജമ്പനും തുമ്പനും തൽക്കാലം നമ്മുടെ മുസ്ലിം യൂത്ത് ലീഗിലോ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിലോ ഇല്ല. അത്തരം ജമ്പന്മാരോടും തുമ്പന്മാരോടും വിനീതമായ അഭ്യർത്ഥന, ഇനിയെങ്കിലും ആ കയ്യും കാലും വെട്ടലും വീട്ടിൽ കയറി വെട്ടലും തല വെട്ടലും പ്രസംഗം ദയവീട്ട് അവസാനിപ്പിക്കണം. അത് മണ്ണാർക്കാട്ടുകാർ കേട്ട് മടുത്തുപോയി എന്നുള്ളത് വിനീതമായിട്ട് അഭ്യർത്ഥന. പിന്നെ MLA കുറിച്ച് കുറെ അപവാദങ്ങൾ മണ്ണാർക്കാട്ടങ്ങാടിയിൽ പറഞ്ഞു നടക്കുക. മണ്ണാർക്കാട്ട് MLA വളരെ മോശക്കാരനാണ്. മണ്ണാർക്കാട് MLA കുറിച്ച് ഞങ്ങൾക്ക് നല്ല അഭിപ്രായം ഉണ്ടായിരുന്നു. ഇപ്പൊ അത് മാറി, അദ്ദേഹം മോശക്കാരനാണ് എന്നൊക്കെ പറയുമ്പോ എന്തായാലും MLAക്കെതിരെ പണിയെടുത്ത്, MLA തോൽപ്പിക്കാനുള്ള പണിയെടുത്ത് 18 അടവുമെടുത്ത് അപ്പുറത്ത് നിൽക്കുന്ന നിങ്ങളുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് തൽക്കാലം മണ്ണാർക്കാടിന്റെ ജനകീയ MLAക്ക് ആവശ്യമില്ല എന്നുള്ളത് നിങ്ങളോട് പറയാം. ആ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് വേണ്ട. നല്ല നിലയ്ക്കാണെങ്കിൽ ഞങ്ങൾ നല്ല നിലയ്ക്കാണ്, നല്ല നിലയ്ക്കാണ് പോകുന്നതെങ്കിൽ അതേ നല്ല നിലയ്ക്ക് പോകാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ ഇതിന് ഭീഷണിപ്പെടുത്തിയപ്പോ നമ്മുടെ യൂത്ത് ലീഗുകാരും യൂത്ത് കോൺഗ്രസുകാരും പറഞ്ഞു ഒന്നും പറയാൻ പോണ്ട സാധാരണ പ്രവർത്തകർ പറഞ്ഞു. അപ്പൊ എന്താ അങ്ങനെ പറയുന്നത് വെച്ചേക്കുമ്പോ കുറെ ദിവസമായി പറയാൻ തുടങ്ങിയിട്ട് വെട്ടും തല്ലു കാലുകുത്ത സമ്മതിക്കില്ല. അവരുടെ നേതാവിനെ കുറിച്ച് പറഞ്ഞു കാലുകുത്തില്ല എന്ന്. ആ നേതാവ് കാലുകുത്തി, എന്നിട്ടാണ് അവരുടെ നേതാവ് കാലുകുത്തില്ല എന്ന് പ്രകടനം നടത്തി പറഞ്ഞ് ആ നേതാവ് കാലുകുത്തിയിട്ടാണ് ഇപ്പൊ UDFന്റെ MLA മണ്ണാർക്കാട് കാലുകുത്തില്ല എന്ന്. 1-2 ദിവസമല്ല, 15 വർഷക്കാലം. 1-2 ദിവസമല്ല, 15 വർഷക്കാലം ആളിങ്ങനെ പോലെ കുനിയാത്ത ശിരസും ഒടിയാത്ത നട്ടലുമായി നടന്നു നീങ്ങിയ MLAയുടെ പേരാണ് പ്രിയപ്പെട്ട ശംസുദ്ദീൻ. ആ MLA ഒരു DYFIക്കാരന്റെ മുമ്പിലോ നട്ടലിന് കുനിക്കില്ല, ശിരസ് താഴ്ത്തില്ല എന്നുള്ളത് അഭിമാനത്തോടു കൂടി പറയാൻ ഇവിടുത്തെ UDYF ഈ അവസരം ഉപയോഗപ്പെടുത്തിയാണ്. ഇനി ആർക്കെങ്കിലും അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ MLA തല കുനിക്കും, MLA നട്ടല് വരയ്ക്കുമെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ അന്ന് മണ്ണാർക്കാടിന്റെ MLA ഈ പരിപാടി അവസാനിപ്പിക്കുമെന്ന് അഭിമാനത്തോടു കൂടി നിങ്ങളോട് പറയാം. ഇനി അധിക സമയമൊന്നും വേണ്ട. നാളെ MLA മണ്ണാർക്കാട്ടേക്ക് വരുന്നു. നിങ്ങൾ പഠിക്കണം, പ്രതിഷേധം വേണം, പ്രതികരണം വേണം, ഒക്കെ വേണം. പക്ഷേ ഷാഫി പറമ്പിൽ തടയുമ്പോൾ നിങ്ങളൊരു കാര്യം പറഞ്ഞു, കാല് കുത്തിക്കില്ല, തടുക്കുമെന്ന്. ഷാഫി പറമ്പിൽ ഇറങ്ങി നടന്നു. പിന്നെ നിങ്ങൾ വേറൊരു നേതാവിനെ കുറിച്ച് പറഞ്ഞു ഇറങ്ങില്ല, നടക്കില്ല എന്ന്. അവരും നടന്നു. ഇപ്പൊ മണ്ണാർക്കാട് MLA നെഞ്ചത്താ കയറിയിരിക്കുന്നത്. മണ്ണാർക്കാട് MLA വരും ചെയ്യും, ഈ കോടതി പണിയിൽ ഇറങ്ങും. അദ്ദേഹത്തിന്റെ ഓഫീസ് ആ വഴിയിലാണ്, അവിടെ പോകും, ഓഫീസിൽ വിളിക്കും, തിരിച്ച് ആളുകളെ കാണും, അദ്ദേഹത്തിന്റെ പരിപാടികളിൽ പങ്കെടുക്കും,
പൊതുപരിപാടികളിൽ വരും, മുസ്ലിം ലീഗിന്റെ പരിപാടിയിൽ വരും, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പരിപാടിയിൽ വരും. ഔദ്യോഗികമായി അദ്ദേഹത്തെ വിളിച്ച പരിപാടികളിലൊക്കെ പ്രിയപ്പെട്ട MLA പങ്കെടുത്ത് പറയാൻ കളിക്കാൻ നട്ടലും ചങ്കൂറ്റവുമില്ല ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകരുണ്ടെങ്കിൽ ശനിയാഴ്ച കടന്നു വരണമെന്ന് മാത്രം വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇത് ഞങ്ങളുടെ സാമ്പിളാണ്. ഞങ്ങളുടെ MLA നിങ്ങൾ തടുത്തു നോക്കണം. ഞങ്ങളുടെ MLA വണ്ടി ഒന്ന് തടുക്കണം. ഞങ്ങളുടെ MLA വരുന്ന പരിപാടികളെ തടുത്തു നോക്കിയാൽ ഈ കാണുന്നതായിരിക്കില്ല UDYFന്റെ പ്രകടനം എന്നുള്ളത് നിങ്ങളെ ഞങ്ങൾ കാണിച്ചു തരുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ചെമ്പനും തുമ്പനും പ്രത്യേകമായ അഭിവാദ്യങ്ങളാണ്. കാരക്കാമുറി ശംഭുകന്മാർ ഫേസ്ബുക്കിൽ ചെമ്പനും തുമ്പനും, ചെമ്പൻ എന്ന് പറയും, അപ്പൊ തുമ്പൻ പറയും തല വെട്ടും, അപ്പൊ ചെമ്പൻ പറയും ഞാൻ കയ്യാ വെട്ടും. അതിന്റെ ഇടയിൽ വേറൊരാളുണ്ട് ഇട്ടാപ്പി പോലത്തെ ഒരാള്, അയാൾ വേറെ സ്ഥലത്ത് വന്നിട്ട് പറയും കയ്യും കാലും നിങ്ങൾ വെക്കുക തല വെട്ടാള അവസ്ഥ എനിക്ക് തരണമെന്ന് പറയുന്ന ചെമ്പനും തുമ്പനും പിന്നൊരു ലുട്ടാപ്പി, മൂന്നാളുകളും കൂടി മണ്ണാർക്കാട്ടങ്ങാടിയിൽ കയ്യും കാലും തലയൊക്കെ വെട്ടി നടന്നു. ഞങ്ങൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ നോക്കി, വികസന പ്രവർത്തനങ്ങൾ നോക്കി ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ UDYFന്റെ പ്രവർത്തകർക്കും ഹൃദയം നിറഞ്ഞ അഭിവാദ്യങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്ക് അവസാനിപ്പിച്ചു.